ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു കെ പരിവാർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നൊസ്റ്റാൾജിക് ഉണ്ടയാണ്. അരിയുണ്ടയാണ് കേട്ടോ സംഭവം. വലിയ ഷെയർ ചെയ്യേണ്ട റെസിപ്പി ഒന്നുമല്ല, എന്നാലും ഞാനത് ഷെയർ ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും, ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഹാപ്പി ആയിട്ട് തോന്നുന്ന മൊമെന്റ്സ് ഒക്കെയാണ് കൂടുതലും വീഡിയോ ആയിട്ട് ചെയ്യാറ്. ഒരു മെമ്മറി സൂക്ഷിക്കുന്നത് പോലെ യൂട്യൂബിൽ കണക്ട് വെക്കും, സന്തോഷമുള്ള കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ കല്ലൂന്റെ ഞാൻ ആദ്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ, അവളെ ലൈഫിൽ ആദ്യത്തെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ കൂടുതലും എൻ്റെ വ്ളോഗിലൂടെ കാണിച്ചിട്ടുള്ളത്. ഒരു കഥ സൊല്ലട്ടുമാ. എൻ്റെ കുട്ടിക്കാലത്ത് നമ്മളൊന്നും അടുക്കളയിൽ കയറ്റി കുക്ക് ചെയ്യാനൊന്നും അങ്ങനെ നിർത്തിക്കില്ല അല്ലെ. അപ്പോൾ ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു പലഹാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഈ അരി കൊണ്ട് തന്നെ. അന്ന് ഇതേപോലെ അമ്മ ഉണ്ടാക്കി ഈ അരിയും ഇതിന്റെ സംഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് എന്നെ കൊണ്ടും കോരിനെ കൊണ്ടുമാണ് ഇങ്ങനെ കഴിച്ചു എന്നെ കൊണ്ടും കോരിനെ കൊണ്ടുമാണ് ഇതേപോലെ ഇങ്ങനെ ഉണ്ട പിടിപ്പിക്കുക. അപ്പോൾ ഏറ്റവും ഭംഗിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ട ഉണ്ടാക്കുന്നത് ആരാ എന്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ കോമ്പറ്റീഷൻ വെച്ച് ചെയ്യും. അന്നേരം ഒരു അടവ് ഞങ്ങൾ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ വിചാരിച്ചു, ഇവളെ കൊണ്ട് ഇതേപോലെ ഒരു ആ പാത്രത്തിലിട്ട ശരിയാവില്ല, ഇവളെ കൊണ്ട് ഇതേപോലെ ഉണ്ട പിടിപ്പിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ മുതലിന് ഇവിടെ കൊണ്ടിരുത്തിയത്. പക്ഷെ ഉണ്ട തീർക്കാന്നല്ലാണ്ട് ഉണ്ട ഉണ്ടാക്കാനായിട്ട് ഇവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അരിയുണ്ട എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അരിയുണ്ട ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കുമെന്ന്. അപ്പോ ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് സടേന്നൊന്ന് പോയിട്ട് എന്തായാലും കണ്ടിട്ട് വായോ. ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചോറ് വെക്കുന്ന അരി എടുത്ത് നന്നായി കഴുകിയിട്ട് വെള്ളം മാറ്റിയതിനു ശേഷം വറുക്കുക. അരി ഇങ്ങനെ വറുത്ത് വരുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിയൊക്കെ തെറിക്കും. അപ്പൊ അത് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, മേത്തിക്കൊക്കെ പൊട്ടി തെറിക്കും. കല്ലു ആദ്യമൊക്കെ നോക്കി നിന്നു, പിന്നെ തലയിൽ കയ്യും വെച്ച് അവിടെ നോടി. ഞാൻ വെറുതെ അടുക്കള ക്ലീൻ ചെയ്തിട്ടിട്ടാണ് അരി വറുക്കാൻ നിന്നത്. അതിന്റെ ഒരു ആവശ്യം ഉണ്ടായില്ലേ. ഇപ്പൊ അടുക്കളയുടെ അവസ്ഥ നോക്കൂ. അതെന്തെങ്കിലും ആവട്ടെ. നെക്സ്റ്റ് നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. അത് കുറച്ചെടുത്തിട്ട്, നമുക്ക് അരി കുറച്ചല്ലേ എടുത്തു, അതുകൊണ്ട് അണ്ടിപ്പരിപ്പും കുറച്ചെടുത്ത് ഒന്നും ഫ്രൈ ചെയ്തിട്ട് അതും പൊടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് അരി പൊടിച്ചെടുക്കാൻ പോവാണ്. അരി ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് അതിങ്ങനെ തുറക്കുമ്പോ നല്ലൊരു സ്മെല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സ്മെല്ല്. പിന്നെ ഞാൻ കുറച്ച് ഏലക്കായ പൊടിച്ചിട്ട് ഈ അരിപ്പൊടിയുടെ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ആണ് ഇരിക്കുന്നത്: ശർക്കര നീര്, നാളികേരം, അരി പൊടിച്ചത്, ഏലക്ക പൊടിച്ചത്, കാഷ്യൂനട്ട് പൊടിച്ചത്. അങ്ങനെ ഇതൊക്കെ കൂടെ ഒരു ചീനച്ചട്ടിയിൽ ചെറിയ ചൂടിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചെറിയ 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 ഉണ്ടകളായിട്ട് നമ്മളിങ്ങനെ ഉരുട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള അരിയുണ്ട റെഡി. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ നമ്മൾ വേറെ എണ്ണയോ അങ്ങനെ ഒന്നിലും വറുത്തെടുക്കുവോ വേവിച്ചെടുക്കുവോ അങ്ങനെ ഒരു പണിയും ഇല്ലല്ലോ. അമ്മയുടെ ബോളല്ല, അരിയുണ്ട. ബോളും അല്ല. എങ്ങനെ ഉണ്ടാക്കാനും നിങ്ങൾ കണ്ടുവരുന്ന ഗ്യാപ്പിൽ നമ്മൾ ഫുള്ള് ഉരുട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനല്. അപ്പൊ പുതിയ വീഡിയോയിലെ പുതിയ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം. അപ്പൊ ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ. യമ്മിയ, നീ കഴിച്ചില്ലല്ലോ, കഴിക്ക്. സൂപ്പറാന്ന് കാണിച്ചേ, നിങ്ങൾ സൂപ്പറാന്ന്.